ഇപ്പോൾ സംവിധായകൻ ജിയോ ബേബി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജിയോ ബേബി, ഈ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ എത്ര കണ്ട് ഗൗരവത്തോടെയാണ് താങ്കൾ കാണുന്നത്? നമ്മളിപ്പോ ഈ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല, എല്ലാ വെളിപ്പെടുത്തലുകളും വളരെ ഗൗരവത്തോടെ കാണുകയും നടപടി ഉണ്ടാവുകയുമാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ പണം ഉപയോഗിച്ച് വലിയൊരു തുക ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിന്റെ പിന്നിൽ തന്നെ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിലെടുത്ത് ആൾക്കാര്, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ടൊക്കെ പുറത്തു കൊണ്ടുവന്നത്. അത് പുറത്തു കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായി. അതിപ്പം എന്താ പറയാ, അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴേക്കടയിലുള്ള ആളെന്നുള്ള അല്ലാതെ ഏത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഏത് മനുഷ്യന് വർക്ക് സ്പേസിൽ അവഹേളനം, അധിക്ഷേപം ഉണ്ടായെങ്കിൽ അതിനെതിരെ എല്ലാ നടപടി വേണം. ഇന്നലെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണത്തിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടങ്ങിയിട്ടുള്ള വസ്തുതകള്, അതില് വന്നിട്ടുള്ള പരാതികള്, പ്രശ്നങ്ങള്, അത് പരിഹരിക്കാന് എല്ലാ തരത്തിൽ നിന്നുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ള ശ്രമങ്ങളും ഉണ്ടാവണം. ഇപ്പം അല്ലാതെ നമുക്കിത് ഓരോ കേസുകൾ എടുത്ത് അതിനിങ്ങനെ ചെയ്യണം, ഇതിനിങ്ങനെ ചെയ്യണം, എല്ലാത്തിനും നമുക്ക് മറുപടിയാണ് വേണ്ടത്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഇത്തരം ഒരു അന്വേഷണം നടത്തി എന്തിനാണെന്നപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, എന്തിനാണ്, ആരെ കാണിക്കാനാണ് ഇത്രയും വലിയൊരു ഒരു കമ്മീഷനെ വെച്ചിട്ട് നമ്മളൊരു അന്വേഷണം നടത്തി? അതിന് ഒരു ഫലം ഉണ്ടാവണം, അതിനൊരു റിസൾട്ട് ഉണ്ടാവണം, അതിന് നടപടികൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പരാതികളും ഗൗരവത്തോടെ ഗവൺമെന്റ് കാണണം. തീർച്ചയായും എല്ലാ പരാതികളും ഗൗരവത്തോടെ തന്നെ കാണണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ്, ഒരു സ്ത്രീ, അവരുടെ തൊഴിലിടത്തിൽ അവർക്ക് നേരിട്ട ഒരു ദുരനുഭവം അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന, നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അവര് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരു കലാകാരിയാണ്, നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നത്, അത് സ്പെസിഫിക് ആയിട്ട് തന്നെ ചർച്ച ചെയ്യണ്ടേ? അതിൽ ആരോപണ വിധേയനായ ആൾ മലയാള സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ, നമ്മുടെ സിനിമയുടെ തന്നെ അഭിമാനമായ ഒരു മേഖലയാണ്. അവിടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗൗരവമായി സ്പെസിഫിക്കായി തന്നെ എടുത്ത് പറയണ്ടേ ജിയോ ബേബി? ഞാൻ പറഞ്ഞത് അതിനെ ഒരു ഗൗരവം കുറച്ച് കാണുകയൊന്നുമല്ല. നിങ്ങളിപ്പോ ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെയാണ് എനിക്കും പറയാൻ തോന്നുന്നു. നമുക്ക് നാണക്കേടാണ്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് നാണക്കേടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. നാളെ നമ്മളൊരു ആക്ട്രസിനെ വിളിക്കുമ്പോൾ, അല്ലെ നമ്മുടെ തൊഴിലിടത്തിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കല്ല, എല്ലാ മനുഷ്യർക്കും നാണക്കേടാണ്. അത് സ്വയം മനസ്സിലാക്കി ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്ത ഇൻവോൾവ് ആണെന്നുള്ള പരാതി അത് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും മുന്നിലുണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ആരോപണത്തിന് വിധേയനാകുമ്പോൾ തൽക്കാലത്തേക്ക് എന്താ പറയാ, ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് കുറച്ചും കൂടെ ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് മാത്രം അത് തെളിയിക്കുന്നവർ വരെ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുകയോ അല്ലെങ്കിൽ പരാതിക്കാരിയോട് അനുഭാവപൂർവമായ മറുപടികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ പരാതിക്കാരി, നമ്മൾ ഈ എപ്പോഴും പരാതിപ്പെട്ടവർക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട് അനുഭാവപൂർവമാണ് ഇത്തരം വിഷയങ്ങളിൽ പെരുമാറേണ്ടത്. എന്നിട്ട് നമുക്ക് ശരിയോ തെറ്റോ വേർതിരിക്കാൻ സമയവും ഉണ്ടല്ലോ. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു അനുഭാവം കാണിക്കണം എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. ശരി, നന്ദി ശ്രീ ജിയോ ബേബി, താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ